പനിയായിരുന്നു റസൂലിന്, വിട്ടുമാറാത്ത പനി. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കാണ്. പനിയൊന്ന് വിട്ടുപോകാൻ മഹദി തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട്, പക്ഷേ പനി ഒട്ടും കുറയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, പുറത്ത് അസ്രായിൽ നിൽക്കുന്നുണ്ട്, അങ്ങേക്ക് സമ്മതാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. നബി തങ്ങൾ സമ്മതം മൂളി. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ റൂഹിനെ പിടിക്കാൻ തുടങ്ങി. തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ പറഞ്ഞു, പിടിക്കണേ. മറുപടി ഇതായിരുന്നു, നബിയെ, വെണ്ണയിൽ നിന്നും നൂല് വലിക്കുന്നത് പോലെയാണ് അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും? അങ്ങനെ മദീനയിൽ ആ വാർത്ത പരന്നു, നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. എവിടെയും സങ്കടങ്ങൾ അലത്തല്ലി. ആർക്കും വിശ്വസിക്കാനായില്ല. ആരാണ് എൻ്റെ നബി വഫാത്തായി എന്ന് പറയുന്നത്? അവരുടെ തല ഞാൻ വെട്ടുമെന്ന് ഊരി പിടിച്ച വാളുമായി ഉമർത്തങ്ങൾ ലക്ഷ്യമില്ലാതെ പറഞ്ഞു നടന്നു. നബിയില്ലാത്ത മദീന എനിക്ക് കാണണ്ട, എൻ്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ എന്ന് ഒരു സ്വഹാബി. ജീവനായിരുന്നു നബി, പക്ഷേ നബി തങ്ങൾ വഫാത്തായിട്ടില്ല. നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട്, ഒരുപാട് നന്മകളായി, സ്നേഹങ്ങളായി, പ്രണയമായി. ചാരത്തേക്കൊന്ന് വിളിക്കണേ റസൂലേ.